ജനപ്രതിനിധിയായി ചുമതലയേറ്റതിന്റെ സന്തോഷത്തിലാണ് ഭിന്നശേഷിക്കാരനായ അബ്ദു നടുക്കണ്ടി. കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിന്നാണ് അബ്ദു LDF അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്നായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അബ്ദു നടുക്കണ്ടിയുടെ ഉജ്ജ്വല വിജയം. പനങ്ങാട് പഞ്ചായത്തിലെ 5-ാം വാർഡ് തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത അബ്ദുവിനെ 117 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാ വേദനകളും മറക്കുന്നു. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് അബ്ദുവിന്റെ കുടുംബം. ശാരീരിക വൈകല്യങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോരായ്മയല്ല എന്ന് തെളിയിച്ച് അബ്ദു നടുക്കണ്ടി ചുമതല ഏറ്റെടുത്തു. വമ്പിച്ച ഭൂരിപക്ഷത്തോടാണ് ജയിച്ചത്. ജനങ്ങളെല്ലാം നമ്മളെ ഹൃദയത്തിലേറ്റി എന്ന് പറയാം. അതേപോലെ തന്നെ ഭിന്നശേഷി സംഘടനക്കാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരാണ് എന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചതും. എല്ലാവർക്കും വേണ്ടി നല്ല ഒരു ആത്മാർത്ഥതയോടെ അവരോടൊപ്പം ഉണ്ടാവും ചെയ്യും. വീട്ടിലേക്ക് വഴിയില്ലാത്തവർ അവർക്കൊക്കെ വഴിയും ഒരു വീടും പിന്നെ നല്ല ഒരു അന്തരീക്ഷമാക്കി തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കാകെ പ്രചോദനമാണ് അബ്ദുവിന്റെ വിജയമെന്ന് ഭിന്നശേഷി ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ നിസാർ അഭിപ്രായപ്പെട്ടു. ഈ അബ്ദുക്കയിലൂടെ ആണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. നാവില്ലാത്തവന്റെ നാവായി, കണ്ണില്ലാത്തവന്റെ കണ്ണായി, കാലില്ലാത്തവന്റെ കാലായിക്കൊണ്ട് അബ്ദുക്ക പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ സംഘടനയിലേക്ക് വന്നത്. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അബ്ദു നടുക്കണ്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വാർഡിൽ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ എത്തിയിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.